ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഒരു ബാറ്ററിയെ റീകണ്ടീഷൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം ശരിയായില്ലെന്ന് വരും. ഒരു ബാറ്ററിയുടെ ഒരു സെല്ല് പോയാൽ എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം, അതായിരിക്കും കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ആമറോണിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇത് വന്നിട്ട് 2 വർഷത്തെ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യം 2 വർഷം തികഞ്ഞപ്പോഴേക്ക് ഒരു സെല്ല് അടിച്ചു പോയി. അതായത് ഈ കാണുന്ന ഈ ഒരു സെല്ല് അടിച്ചു പോയി. അപ്പോൾ ഒരു സെല്ലിനെന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് വോൾട്ട് 2 വോൾട്ടും. അപ്പോൾ ഈ ഒരു സെല്ലിൽ എത്ര ചാർജ് ചെയ്താലും ചാർജ് ആവില്ല. അപ്പം ആ ഒരു സെല്ല് പോയതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഫുള്ളായിട്ട് പാഴിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. എന്നാൽ ഒരു ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്, അതൊക്കെ ഗ്രീൻ തന്നെയാണ്, വേറെ വിഷയമൊന്നുമില്ല. എന്നിട്ട് ഒരു സെല്ലടിച്ച് പോയി. ആമറോണിൻ്റെ അത്യാവശ്യം വിലയുള്ള ബാറ്ററിയാണ്. ഓക്കെ, ഇത് 100 AH ആണ്, 12 വോൾട്ടാണ്. അപ്പോൾ ഒരു സെല്ലിന് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. ഇത് പരീക്ഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ സക്സസ് ആണ്. ഇനി ബാറ്ററി പൊളിക്കണം. ഈ ഒരു സെല്ല് പൊളിച്ച് ഈ സെല്ലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുണ്ട്. അതായത് ഇങ്ങനെ സീരീസ് ചെയ്താണ് പോകുന്നത്. ആ കണക്ഷൻ ഇപ്പം കൃത്രിമമായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ തല്ലി അതിനകത്തേക്ക് ഇറക്കിയിട്ട് അതുവഴി ഇപ്പം കണക്ഷൻ എടുത്തിരിക്കുകയാണ്. ആ കണക്ഷൻ എടുത്ത് 7 AHൻ്റെ ഒരു ബാറ്ററി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാ. 7 AHൻ്റെ 12 വോൾട്ട് ബാറ്ററി. ഇത് 2 വോൾട്ട് 42 AH ആക്കിയിട്ടുണ്ട്. ഇത് 2 വോൾട്ടാണ് 42 AH. അപ്പം എന്നിട്ട് ആ 2 വോൾട്ട് നമ്മുടെ ഈ പോയ സെല്ലിന് പകരം കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ സീരീസ് ആയിട്ടിരുന്ന ഇത് 6 സെല്ലുകൾ ഇതിനകത്ത് വരും. ആ 6 സെല്ലിന് ഇപ്പം നോക്കിയാൽ 2 വോൾട്ട്, ഇതിൽ നിന്നുള്ള 2 വോൾട്ട് 6 സെല്ലിന് പാരലൽ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വോൾട്ട് 2 വോൾട്ടും ആംബിയർ വന്നിട്ട് കൂടിയിട്ടുണ്ട്. 7 AH എന്ന് പറയുന്നത് ഇപ്പം 42 AH ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇത്രയും സമയം വർക്ക് ചെയ്യത്തില്ല, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ബാറ്ററി ലോ എന്ന് പറഞ്ഞിട്ട് കട്ട് ഓഫ് ആയി പോകും. ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ പ്ലഗ് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇൻവെർട്ടറിൽ നോക്കാമെങ്കിൽ ബാക്കപ്പിലാണ് നിൽക്കുന്നത്. 12.5 വോൾട്ട് ലോഡ് വന്നിട്ട് 10% ലോഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 60 വാട്ടിൻ്റെ ഒരു അയൺ ഓടുന്നുണ്ട്. പിന്നെ ഒരു പവർ സപ്ലൈ ഓണാണ്. പവർ സപ്ലൈ ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പവർ സപ്ലൈ, പിന്നെ ഈ കാണുന്ന ഇത് 100 വാട്ടാണ് അവർ പറയുന്നത്. ആക്ച്വലി ഒരു 100 വാട്ടൊന്നുമില്ല, 40 വാട്ടുണ്ട്. അത് രണ്ടും തന്നെയാണ് ഓടുന്നത്. ഏകദേശം ഒരു 100-120 വാട്ട് ആണ് ഇപ്പം ലോഡിൽ. അത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇത് 12 വോൾട്ട് 100 AH ബാറ്ററി. 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, വാറണ്ടി 2 വർഷമേ ഉള്ളൂ, കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ ഒരു സെല്ല് അടിച്ച് പോയി. ബാക്കി സെല്ലുകളൊക്കെ നല്ല പെർഫെക്റ്റാണ്. എങ്ങനെയാണ് ഈ സെല്ല് പോയതെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു സെല്ല് പോയി. അപ്പം ബാക്കിയുള്ള സെല്ലുകളുടെ കണ്ടീഷൻ നോക്കിയപ്പം നല്ല ഗുഡാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി 2 വോൾട്ടിൻ്റെ ഒരു സെല്ല് വെളിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ സെല്ലിനും 2 വോൾട്ടാണ്. അപ്പോൾ ഈ ഒരു സെല്ല് പോയത് ഇപ്പം തൽക്കാലം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിനകത്തുനിന്ന് തന്നെ ആ ഒരു കണക്ഷൻ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചിലപ്പം മനസ്സിലാക്കില്ല. അപ്പോൾ ഈ കാണുന്നതിൽ 6 സെല്ലുകളുണ്ട്. 6 സെല്ലുകൾ നമുക്ക് നോക്കാമെങ്കിൽ ഇതൊന്ന് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു സെല്ലായിട്ട് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്തതിൻ്റെ ഇങ്ങനെ സീരീസ് ചെയ്താണ് പോകണം. അങ്ങനെ 5 സെല്ല് കഴിഞ്ഞിട്ടുള്ള ഒരു കണക്ഷനാണ് ഞാനിപ്പം ഇതിനകത്തുനിന്ന് എടുത്തിരിക്കുന്നത്. 6ാമത്തെ സെല്ല് ആണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ആ സെല്ല് പുറത്ത് വെച്ച് കൃത്രിമമായിട്ട് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് ലോഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒക്കെ കണ്ടീഷനായിട്ട് ഓണാകുന്നുമുണ്ട്. ഇത് സക്സസ് ആണെങ്കിൽ ഈ ബാറ്ററിയുടെ ഇവിടെ നിന്ന് പൊട്ടിച്ച് പെർമനൻ്റായിട്ട് കണക്ഷൻ എടുത്ത് ഒരു 7 AH ബാറ്ററിയും കൂടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബാറ്ററി ഒരു 100 AH ആണെങ്കിൽ ഒരു 20% ഇത് ഡൗൺ ആയി കാണും. ഇപ്പോൾ ഒരു കണക്കൂട്ടി വരുമ്പോൾ നമുക്കൊരു 80 ആംപിയർ എന്തായാലും കിട്ടും. അങ്ങനെയാണെങ്കിൽ 7 AHൻ്റെ 2 ബാറ്ററി ഇങ്ങനെ ഈ പരുവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ 42 ഏകദേശം ഒരു 80. അപ്പം
കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ബാക്കപ്പിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ഓക്കെ.